കേസരി എന്ന് പറയുന്ന ഒരു വാനര രാജാവിൻ്റെ ഭാര്യ അഞ്ജന എന്ന് പറയുന്ന ഒരു വാനര സ്ത്രീ തനിക്ക് മകനുണ്ടാകണമെന്ന് പറഞ്ഞിട്ട് തപസ് ചെയ്യുന്നു. എന്നാൽ അവർക്കിരിക്കട്ടെ എന്ന് വെച്ചാൽ അവരുടെ ഗർഭത്തിലേക്ക് നിക്ഷേപിച്ചു. അങ്ങനെ അഞ്ജന പ്രസവിച്ചു. അതാണ് ഹനുമാൻ എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. ഇനി അതിൻ്റെ ബാക്കിയായിട്ട് കുറച്ചൊരു കാര്യം കൂടെ ഉണ്ട്. ഈ വാനര സ്ത്രീയായ അഞ്ജന പുഞ്ചികസ്ഥല എന്ന് പറയുന്ന ഒരു വിദ്യാധരിയായിരുന്നു. വിദ്യാധരന്മാരെന്ന് പറയുന്ന വിഭാഗമുണ്ട്. വിദ്യാധരിയായിരുന്നു. പുഞ്ചികസ്ഥല എന്നാണ് അവരുടെ പേര്, എന്നായിരുന്നു അവരുടെ പേര്. അവരൊരു ദാസിയായിരുന്നു. ദേവഗുരുവായ ബൃഹസ്പതിയുടെ അടുത്ത ദാസിയായിട്ട് കഴിഞ്ഞു കൂടുകയായിരുന്നു. അവരിങ്ങനെ ഈ പൂന്തോട്ടത്തിൽ പോയി പൂ പറിച്ചോണ്ട് നിൽക്കുമ്പോൾ ദേവന്മാർ കാമലീലകളാടി ഇങ്ങനെ നടക്കുന്നത് കാണുക. ഇത് കണ്ട് വികാരം പൂണ്ട ഈ പുഞ്ചികസ്ഥല പൂവെല്ലാം കൊണ്ടുവന്ന് ഗുരുവിൻ്റെ കാൽക്കൽ വെച്ചതിന് ശേഷം അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു. ധ്യാനത്തിൽ പോകാൻ ഒരുങ്ങി പൂജയ്ക്ക് തയ്യാറെടുത്തിരുന്ന ഈ ബൃഹസ്പതി ഇത് കണ്ടിട്ട് കോപിച്ച് ശപിച്ചു. നീ വാരണനാരി ആയിപ്പോകട്ടെ എന്നൊരു ശാപം വെച്ചു കൊടുത്തു. അപ്പോൾ അവൾ കരഞ്ഞ കാലിൽ കരഞ്ഞു, അറിയാതെ പറ്റിപ്പോയ അബദ്ധമാണ്, ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ബൃഹസ്പതി ശാപമോക്ഷം കൊടുത്തു. ശാപമോക്ഷം കൊടുത്തത് ശിവൻ്റെ അംശജാതനായി ഒരു പുത്രനെ പ്രസവിച്ചിട്ടിങ്ങി മടങ്ങിപ്പോരും എന്നാണ്. അപ്പോൾ അങ്ങനെ ഈ കേസരിയുടെ ഭാര്യയായ ഈ അഞ്ജനയായി ജനിക്കുകയും ആ അഞ്ജനയെ ശിവനും വായുദേവനും ഒരുപോലെ സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് കഥ. അങ്ങനെ രണ്ടുപേരുടെയും ജാതനായിട്ടാണ് ഈ ഹനുമാൻ ജനിച്ചതെന്നും അതുകൊണ്ടുകൂടിയാണ് ഹനുമാന് മാരുതി എന്നൊരു പേര് കിട്ടിയത് എന്നും പറയുന്നുണ്ട്. ഒരുപാട് കഥകളുണ്ട്. അത് സൂര്യസംഹിതയിലുണ്ട് കഥ, പാതാള രാമായണത്തിലുണ്ട്, അദ്ഭുത രാമായണത്തിലുണ്ട്, ബോധായന രാമായണത്തിലുണ്ട്, കമ്പരാമായണത്തിലുണ്ട്. പലതരത്തിലുള്ള കഥകൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ കഥകളിലൂടെയൊക്കെ തന്നെയാണ് ഹനുമാൻ നമ്മുടെ ഇടയിൽ ജീവിച്ച് ഇങ്ങനെ പോകുന്നത്. അങ്ങനെ പിന്നെ ഒരു കാര്യമുള്ളത്, ദശരഥൻ നടത്തിയ പുത്രകാമേഷ്ടിയാണ്. ഋഷ്യശൃംഖനെ വിളിച്ച് പുത്രകാമേഷ്ടി നടത്തിയല്ലോ. ആ നടത്തിയപ്പോൾ അതിൽ നിന്നൊരു പായസം മുകളിലേക്ക് ഉയർന്നു വന്നു. അഗ്നിദേവൻ മുകളിലേക്ക് കൊണ്ടുവന്നു. പായസം ചരും എന്നാണ്, ചരുവത്തിലാണ്, വായുവിസ്താരമുള്ള ഒരു പാത്രത്തിനകത്താണ് ഇത് പായസം കൊണ്ടുവന്നത്. ആ പായസം എടുത്ത് കൊണ്ടുവരുമ്പോൾ അതിൽ നിന്നൊരല്പം താഴേക്ക് വീണുപോയി എന്നാണ്. അതൊരു പരുന്ത് കൊത്തിയെടുത്തു. ആ പരുന്ത് കൊത്തിയെടുത്തിട്ട് അതുകൊണ്ട് ഇങ്ങനെ പറക്കുമ്പോൾ അതിൽ നിന്നൊരു തുള്ളി താഴേക്ക് ഇങ്ങനെ ഒലിച്ചു വീണു. അത് താഴെ തപസ് ചെയ്യുകയായിരുന്നു, പുത്രലാഭത്തിന് വേണ്ടി തപസ് ചെയ്യുകയായിരുന്ന അഞ്ജനയുടെ ദേഹത്താണ് വീണത്. അതിൻ്റെ പ്രാഭവം കൊണ്ട്, ആ പായസത്തിൻ്റെ പ്രാഭവം കൊണ്ട് അവരെ ഇങ്ങനെ ഗർഭം ധരിച്ചു എന്നും ആ കുട്ടിയാണ് ഹനുമാനായി പിറന്നതെന്നും മറ്റൊരു കഥയുണ്ട്. അങ്ങനെ പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ അഞ്ജനാ ഗർഭത്തെക്കുറിച്ച് ഇത് ബാലി അറിഞ്ഞു. നമ്മുടെ സുഗ്രീവൻ്റെ ജ്യേഷ്ഠനായ ബാലി, ഇന്ദ്രപുത്രനായ ബാലി അറിഞ്ഞു. ഈ ബാലി അറിഞ്ഞപ്പോൾ ഇനി തനിക്ക് ഈ വാനര സാമ്രാജ്യം നഷ്ടപ്പെടാനൊരു സാഹചര്യം ഉണ്ടായാലോ, ശിവൻ്റെ ബീജമാണ് ഇവൾ വഹിക്കുന്നത്, അതുകൊണ്ട് അതിൽ നിന്നൊരു കുട്ടി ഉണ്ടായാൽ അത് തൻ്റെ സാമ്രാജ്യത്തെ തന്നിൽ നിന്ന് പിടിച്ചെടുക്കുന്നതിന് പര്യാപ്തമായ നിലയിൽ വീരാഗ്രേസരനായി മാറുമല്ലോ ആ കുട്ടി എന്ന് ശങ്കിച്ചിട്ട് ഇതിനെന്ത് പ്രതിവിധിയുണ്ടെന്ന് ആലോചിച്ച് നാരദനെ കണ്ടപ്പോൾ നാരദനോട് ചോദിച്ചു, മുന്നേ എന്താണ് ഒരു മാർഗമെന്ന്. അവർ രണ്ടാളും കൂടി തീരുമാനിച്ചു, പഞ്ചലോഹം, 5 ലോഹങ്ങളാണ് നമുക്കറിയാം, ഈ പഞ്ചലോഹങ്ങൾ ഒരുക്കി ഈ ഗർഭത്തിലേക്ക് പ്രവേശിപ്പിച്ചു. ഔഷധം എന്ന വ്യാജനെയാണ് പ്രവേശിപ്പിച്ചത്. ആ ഗർഭം അലസിപ്പോകാൻ വേണ്ടിയാണ്, ആഘോഷം നടത്താൻ വേണ്ടിയാണ് അത് ചെയ്തത്. പക്ഷേ ആ ശിശുവിൻ്റെ ദിവ്യത കൊണ്ട്, ശ്രേഷ്ഠത കൊണ്ട് ഈ പഞ്ചലോഹങ്ങൾ പെട്ടെന്നത് കർണാഭരണമായി മാറി. അതുകൊണ്ട് പിറന്നപ്പോൾ തന്നെ ഹനുമാന് കർണാഭരണങ്ങളുണ്ടായി എന്നാണ് ഒരു കഥ. ഇങ്ങനെ ഹനുമാൻ്റെ ജന്മത്തെ സംബന്ധിച്ചുള്ള ധാരാളം കഥകൾ പലയിടങ്ങളിൽ, പല രൂപത്തിൽ, പല ഭാവത്തിൽ ഉണ്ട്. മൂലം നക്ഷത്രത്തിലാണ് ജനിച്ചത്, ശനിയാഴ്ച ദിവസമാണ് അദ്ദേഹം ജനിച്ചത് എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശനിയാഴ്ചയിലെ പൂജ ഈ ഹനുമാന് വേണ്ടി ചെയ്യാവുന്നതാണ് എന്ന് ജ്യോതിഷികൾ പറയുകയും ചെയ്യുന്നുണ്ട്.
മൂലം നക്ഷത്രമാണ് അദ്ദേഹത്തിൻ്റേത് എന്നാണ്. ശനിയാഴ്ച ദിവസം ശനിദേവനാണ് ശിവൻ. അപ്പോൾ ശിവനും പ്രാധാന്യമുണ്ട്, ഹനുമാനും പ്രാബല്യമുണ്ട് ശനിയാഴ്ച എന്നുള്ളത്. അപ്പോൾ ആദ്യം ഈ ശനിയെ തിന്നാൻ അയാൾ പോയത് ഈ പുഞ്ചികസ്ഥല എന്ന അമ്മ ഈ ഹനുമാനെ പിന്നെ ഭൂമിയിൽ വിട്ടും വെച്ച് നേരെ സ്വർഗത്തിലേക്ക് പോകാൻ തയ്യാറായി. അങ്ങനെ ആയിരുന്നല്ലോ ശാപമോക്ഷം കൊടുത്തിരുന്നത്. ഈ ശിവൻ്റെ പ്രജയെ പ്രസവിച്ചതിന് ശേഷം നീങ്ങി പോരെന്നാണ്, വിദ്യാധരിയായി മാറട്ടെ എന്നാണ്. അങ്ങനെ വിദ്യാധരിയായി പോകാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ സ്വർഗവധ പ്രാപ്തിക്കായി ഒരുങ്ങുന്ന സമയത്ത് അമ്മ ഇനി എൻ്റെ ഭാവി എങ്ങനെയായിരിക്കും എന്ന് കുട്ടി ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മോനെ ഇവിടെ കാണുന്ന ഇവിടെ എല്ലാം നല്ല സ്വർണം പോലെ തിളങ്ങുന്ന പഴങ്ങളല്ലേ നിൽക്കുന്നത്, നിനക്കത് പിടിച്ച് ഓരോന്ന് പറിച്ച് തിന്നാമല്ലോ, ധാരാളം വെള്ളം കുടിക്കാം, തേൻ കുടിക്കാം, ധാരാളമുണ്ട്, എല്ലാം ഉണ്ട്, വളരെ പ്രകൃതി സമ്പന്നമായ ഒരു അന്തരീക്ഷമാണ് നിനക്ക് ചുറ്റിലുമുള്ളത്, നീ അത് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ ആയത് ആ ഉദയസൂര്യൻ ഇങ്ങനെ വരുന്ന കണ്ടോണ്ട് ചുവന്ന് നിർത്തി കണ്ടപ്പോൾ ഈ കുട്ടി വിചാരിച്ചു അത് രണ്ട് പഴമാണെന്ന്. അത് തിന്നാനായിട്ട് ഇയാൾ നേരെ മുകളിലേക്ക് കുതിച്ചപ്പോൾ സൂര്യൻ്റെ ആഘാതം ഉണ്ടായിട്ടാണ് താടിയെല്ല് മുറിഞ്ഞതെന്നൊരു കഥയുണ്ട്. എന്നാൽ അങ്ങനെയല്ല, ആ വഴിക്ക് അങ്ങോട്ട് പോയപ്പോൾ ശനിഗ്രഹത്തെ കണ്ടിട്ട് ഈ സൂര്യബിംബത്തെ പോലെ തന്നെ തേജോരൂപമായിട്ടാണ് ശനിഗ്രഹത്തെ കണ്ടതെന്നും, എന്നാൽ അതിനെ തിന്നേക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയപ്പോൾ അതിനെ വഴിമധ്യേ ഐരാവതത്തെ കണ്ടുവെന്നും, എന്നാൽ ഐരാവതത്തെ പിടിച്ച് തിന്നാമെന്ന് വിചാരിച്ച് ഐരാവതം ഇന്ദ്രലോകത്തിൽ ദേവേന്ദ്രൻ ആനയുടെ പേരാണല്ലോ ഐരാവതം, വെള്ളാനയാണ്, വെളുത്തിറവുള്ള ആനയാണ്, അതേ തിന്നാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയി എന്നും. ഇത് കണ്ടിട്ട് പെട്ടെന്ന് ഇന്ദ്രൻ തൻ്റെ വജ്രായുധം കൊണ്ടൊരു വെട്ടുവെട്ടിയെന്നും, അങ്ങനെ ഇയാൾക്ക് താടിയിൽ ക്ഷതമുണ്ടായി താഴേക്ക് ബോധഹീനനായി താഴെ പതിച്ചു എന്നും. അങ്ങനെ താഴെ വീട് കഴിഞ്ഞ ഉടനെ ഈ മരുത്തു വന്ന് ഈ വായുദേവൻ വന്നിട്ട് ഈ കുട്ടിയെ എടുത്തുകൊണ്ട് പാതാളത്തിലേക്ക് ഓടിപ്പോയി കളഞ്ഞു എന്നും. അങ്ങനെ ഈ പ്രപഞ്ചത്തിലെ വായുസഞ്ചാരം നിലച്ചുവെന്നും ജീവികൾ മുഴുവനും വളരെ കഷ്ടപ്പെട്ടുവെന്നും ആണ് കഥ. അപ്പോൾ പിന്നെ ദേവാദികളെല്ലാം കൂടെ ചെന്ന് വായുദേവനെ അനുനയിപ്പിച്ച് ഒരുപാട് ആശസ്സുകളും വരങ്ങളും ഒക്കെ കൊടുത്ത് ഈ കുട്ടിയെ അടക്കം വായുദേവനെയും കൂടെ ഇങ്ങനെ പാതാളത്തിൽ നിന്ന് മുകളിൽ കൊണ്ടുവന്നു. അങ്ങനെയാണ് മറ്റൊരു കഥയുള്ളത്. അങ്ങനെ ആ താടിയലിന് ക്ഷതം പറ്റിയതുകൊണ്ടാണ് ഹനുമാൻ എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യൻ നേരിട്ട് ആയുധം പതിപ്പിച്ചതാണെന്നും അതല്ല ഇന്ദ്രൻ്റെ വജ്രായുധം ഏറ്റതാണെന്നും രണ്ടു തരത്തിലും ഈ കഥ പറയുന്നുണ്ട്. അപ്പോൾ വളരെയധികം കഥ കൊണ്ട് സമ്പന്നമാണ് ഹനുമാൻ്റെ ജീവിത ചിത്രം എന്ന് പറയുന്നത്. ഒരുപാട് കാരണം എന്ന് വെച്ചാൽ അസാമാന്യമായ കായബലം ഉണ്ടായിരുന്നു, മനസ്ഥൈര്യവും ഉണ്ടായിരുന്നു. ആളുകൾക്ക് സാധാരണ ഇല്ലാതെ പോകുന്നത് ഈ മനസ്ഥൈര്യമാണ്, സ്ഥിരത. ധൈര്യം ഉണ്ടാവും, ധീരത അത് പിന്നെ ശരീരത്തിൻ്റെ ശക്തിയുടെ ഒരു ഭാഗമാണല്ലോ ഈ ധീരത. ബലശാലിയാണ്, നേരിടാൻ കഴിയുന്നത്. ഇത് സ്ഥിരതയാണ് പ്രധാനം. എന്തു വന്നാലും ഉറച്ചു നിൽക്കുക, ഒരു മാറ്റം ഉണ്ടാകാതെ, അതാ സ്ഥൈര്യം എന്ന്. ധൈര്യവും സ്ഥൈര്യവും രണ്ടാണ്. അപ്പോൾ സ്ഥൈര്യമാണ് കൂടുതൽ ഹനുമാൻ ഉണ്ടായിരുന്നത്. ആ സ്ഥിരചിത്തത ഉള്ളത് കൊണ്ടാണ് ബ്രഹ്മചര്യാവ്രതത്തോടുകൂടി അദ്ദേഹത്തിന് വിദ്യകളെല്ലാം അഭ്യസിക്കാൻ ഇടവന്നത്. ഇനി ഹനുമാൻ വിവാഹം ചെയ്തു എന്നും ഒരു കഥയുണ്ട്. അങ്ങനെ ഈ കഥാപാത്രത്തെ ഏതെല്ലാം വിധത്തിൽ കഥ കൊണ്ട് മൂടാമോ അങ്ങനെയെല്ലാം മൂടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഈ പുരാണങ്ങളും ഒക്കെ പരിശോധിച്ചാൽ പലതരം കഥകളിലൂടെ. എന്തായാലും നമ്മുടെ സംസ്കാരത്തിൽ ഹനുമാന് വരുന്ന സ്വാധീനം ഗണപതിക്കൊക്കെ കിട്ടുന്നത് ഒരു പ്രാധാന്യമാണ്. ഇത് ഗണപതിയാണെങ്കിൽ ഉപദേവതയാണെന്ന് പറയാം. ഹനുമാൻ ഉപദേവത പോലുമല്ല. എന്താണ് ശൈവം, വൈഷ്ണവം, ശാക്തേയം എന്ന് 3 ആരാധനാ രീതികളെ നമുക്ക് പ്രധാനമായും ഉള്ളൂ. ബാക്കിയെല്ലാം ഉപദേവതാ സമ്പ്രദായങ്ങളാണുള്ളത്. എല്ലാം ശിവനിൽ നിന്ന് ഉൽപ്പന്നമാണ്. കാളി ആയാലും പിന്നെ മുരുകനായാലും അങ്ങനെ എന്തെങ്കിലും പിന്നെ ഒരുപാട് ദേവതകൾ അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. അതെല്ലാം ഉപദേവതാ സങ്കല്പങ്ങളാണ്. പിന്നെ ഈ ഹനുമാനെ ദേവതുല്യമുള്ള പരിഗണന നൽകിയാണ് സ്ഥാപിച്ചിരിക്കുന്നത് രാമഭക്തൻ എന്നുള്ള നിലയിൽ. പരമാത്മാവിനെ എപ്പോഴും ഹൃദയത്തിൽ സ്വാംശീകരിച്ച് വച്ചിരിക്കുന്ന അത്രത്തോളം ഭക്താഗ്രണിയായ ഒരാളാണ് ഹനുമാൻ എന്നുള്ളതാണ് അദ്ദേഹത്തെ പൂജിക്കാനും ആരാധിക്കാനും ആളുകൾ തയ്യാറാകുന്നതിന് പിന്നിലെ രഹസ്യം. എന്ന് മാത്രമല്ല, ക്ഷിപ്രമായി കാര്യസാധ്യത്തിന് ഈ ഹനുമൽ സേവ കൊണ്ട് സാധ്യമാകുമെന്നും വിശ്വസിച്ചു പോരുന്നു. അങ്ങനെയാണ് ആ രീതിയിൽ ഹനുമാൻ നമ്മുടെ സംസ്കാരത്തിലും നമ്മുടെ പുരാണങ്ങളുടെ ചരിത്രങ്ങളിലൂടെ നോക്കുമ്പോഴും
ഒക്കെ നമുക്ക് പ്രിയങ്കരനായി തീരുന്ന ഒരു സുപ്രധാന കഥാപാത്രമാണ്. ജീവിതത്തിന് ആവശ്യമായ സകല സദാചാര മൂല്യങ്ങളെയും അതിശക്തമായി പിന്തുടർന്ന് പരിശീലിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒരു കഥാപാത്രം കൂടിയാണ് ഹനുമാൻ എന്നുള്ളതും നമുക്കിവിടെ സ്മർത്തവ്യമാണ്, ഓർമ്മിക്കത്തക്കതാണ്. ഇനി നമുക്ക് ആധ്യാത്മരാമായണത്തെ ശിഷ്ടകഥാഭാഗത്തേക്ക് പോകാം. അത് വളരെ ഇന്നലെ നമ്മൾ പറഞ്ഞത് സുബേല പർവ്വതത്തിൽ ഈ ഹനുമാൻ എത്തി എന്നുള്ളതാണ്. സുബേല പർവ്വതമാണ് പ്രധാനമായിട്ടും ഉള്ളത്. ആ സുബേല പർവ്വതത്തിൽ ഹനുമാൻ ഇരുന്നും കൊണ്ട് ലങ്കാ നഗരിയെ കാണുകയാണ്. ഇത്രയധികം സമ്പന്നത, സ്വർണ്ണമയി ലങ്ക എന്നാണ്. സ്വർണ്ണമയിയാണ് ലങ്ക എന്ന് പറയുമ്പോൾ സുവർണമാണ്, നല്ല തിളക്കമാർന്ന ഒരു സാമ്രാജ്യം, എല്ലാ നിലയിലും സുഭിക്ഷവും സമൃദ്ധവുമായ ഒരു സാമ്രാജ്യം, എല്ലാ നിലയിലും അത്ഭുതങ്ങൾ മാത്രം കാഴ്ചക്കാരൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാമ്രാജ്യം. അതാണ് രാവണൻ്റെ ഭരണകാലത്ത് ആ ലങ്ക. കുബേരൻ്റെ രാജധാനിയായിരുന്ന ഈ ലങ്കയെ പിടിച്ചെടുത്തുകൊണ്ട് തൻ്റെ അധീനതയിലാക്കി അവിടം ഭരിച്ചു വരികയാണ് ഈ രാവണൻ ചെയ്തത്. ദേവലോകത്തെ പാരിജാതം പോലും ഈ ലങ്കയിലേക്ക് പറിച്ചു നട്ട ആളാണ് രാവണൻ. ത്രിലോക പുരന്ദരനാണ് രാവണൻ. അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യമാണ് ലങ്ക. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താണോ അവിഹിതമായുള്ളത് ആ അവിഹിതമായതുള്ളതൊക്കെയും തനിക്ക് വേണമെന്നും കൂടി അദ്ദേഹം മോഹിച്ചു. അതായത് രാവണൻ മോഹിച്ചതൊക്കെയും അവിഹിതങ്ങളായിരുന്നു എന്നർത്ഥം, അനർഹങ്ങളായിരുന്നു. അപ്പോൾ അനർഹമായ കാര്യങ്ങളിൽ മോഹം പുലർത്തിയത് കൊണ്ടാണ് രാവണന് ഈ കൂടുതൽ നാൾ ആ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി വിരാജിക്കാൻ കഴിയാതെ പോയത് എന്നുള്ള ഒരു അഭിസന്ധി കൂടി, അങ്ങനെ ഒരു വാദം കൂടി ഈ രാമായണ കഥാഭാഗത്തെക്കുറിച്ച് ആളുകൾ പറഞ്ഞു പോരാറുണ്ട്. മഹാബാഹുവായ ശ്രീരാമസ്വാമിയുടെ പരാക്രമവും സൗമിത്രിയുടെ ആ ശ്രേഷ്ഠതയും എല്ലാം ഓർമ്മിച്ചപ്പോൾ അവിടെ ഇരുന്ന് ഓർമ്മിക്കുകയാണ്, ഈ സുബേല പർവ്വതത്തിലിരുന്ന് ഓർമ്മിക്കുകയാണ് മാരുതി. അങ്ങനെ ഓർമ്മിച്ചപ്പോൾ മാരുതിക്ക് വിചാരിച്ചു തനിക്ക് എന്ത് മഹത്തായ ഒരു കാര്യമാണ് ചെയ്യാൻ ഭാഗ്യം കിട്ടിയത് എന്ന്. അപ്പോൾ ഇനി എന്താണ് തനിക്ക് ചെയ്യാനുള്ളതെന്ന് ആലോചിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ അവിടെ എത്തുകയാണ്, ഒരു രാക്ഷസി അവിടെ എത്തുകയാണ്. എന്നാൽ രാക്ഷസി എന്ന് പറയാമോ? പറയാനും പറ്റില്ല. അതിശക്തി സ്വരൂപിണിയും തേജോരൂപിണിയുമായ ഒരു സ്ത്രീ വായുപുത്രൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. രാവണ ഭുജപാലിതയായ ലങ്കാശ്രീയായിരുന്നു അവർ. രാവണ ഭുജപാലിത, രാവണൻ്റെ ഭുജങ്ങളാൽ പാലിക്കപ്പെടുന്ന രാവണൻ്റെ പൂർണ്ണ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് ലങ്കയുടെ ഐശ്വര്യത്തെ പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ദേവതാ സങ്കല്പമാണ് ലങ്കാശ്രീ. എന്നാൽ അവർ വന്നതെങ്ങനെയാണ്? വന്നത് സുന്ദരിയായിട്ടൊന്നുമല്ല, വികൃത വദനയും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കണ്ണുകളും ഒക്കെയുള്ള ഒരു ഘോര രൂപത്തിലാണ് ഈ ഹരീന്ദ്രനായ, ഹരി എന്ന് പറഞ്ഞാൽ കുരങ്ങെന്ന അർത്ഥം, ഈ വാനരെന്ന അർത്ഥം, ഹരീന്ദ്രൻ വാണ്ടശേഷ്ഠനാണ്. വാണ്ടശേഷ്ഠനായ ഹനുമാൻ്റെ അടുത്തേക്ക് വന്ന് പ്രത്യക്ഷയായി. എന്നിട്ട് അവർ ഞാൻ ചോദിച്ചു, ആരെയും കിടിലം കൊള്ളിക്കുന്ന തരത്തിൽ ഉജ്ജ്വലമായ ശബ്ദത്തിലാണ് ചോദിച്ചത്, എടോ ഈ വനസഞ്ചാരിയായ മർക്കടമേ നീ ആരാണെന്നാണ്. അവിടെ മർക്കടമെന്നാണ് വിളിക്കുന്നത്, കുരങ്ങെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ വാനര ശബ്ദത്തിൻ്റെ ആ താല്പര്യത്തിൽ അതിനെ മനസ്സിലാക്കിയാൽ മതി. നീ ആരാണ്? എന്തിനാണ് ഇവിടേക്ക് വന്നത്? നിൻ്റെ ജീവൻ ഇതാ പോവുകയായി, ഞാനിപ്പോൾ നിന്നെ ശരിപ്പെടുത്തുന്നുണ്ടെന്നുള്ളതാണ്. അതിനു മുമ്പ് സത്യം പറയുകയാണ് വേണ്ടത്. എടോ വാനര, ഈ ലങ്കയിലേക്ക് നിനക്ക് കടക്കാൻ ഒരിക്കലും സാധിക്കില്ല. നോക്ക്, രാവണേശ്വരൻ്റെ സൈന്യങ്ങൾ 4 പുറവും കാവൽ നിൽക്കുന്നുണ്ട്. എല്ലായിടങ്ങളും 4 കിടങ്ങുകളാണ്, വലിയ കിടങ്ങുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ശത്രുക്കൾ പ്രവേശിക്കാതെ. ആ കിടങ്ങുകൾ കടന്നു ചെന്നാൽ ഈ ഭടന്മാരുടെ അടുത്തേക്കാണ് ചെല്ലേണ്ടി വരുന്നത്. അതുകൊണ്ട് ദുർഗമമാണ് രാവണൻ്റെ സാമ്രാജ്യം എന്ന് പറയാം. ഭീകര രൂപത്തിൽ മുന്നിൽ നിൽക്കുന്ന ആ സത്വത്തോട് ഹനുമാൻ പറഞ്ഞു, ഹേ വിരൂപാക്ഷി, നീ ചോദിച്ചതിന് സത്യമായ ഉത്തരം ഞാൻ പറയാം. നീ ആരാണെന്ന് ആദ്യം പറയൂ. നീ എവിടെ നിന്ന് വന്നു? ഈ ഗോപുരദ്വാരത്തിൽ, ഈ വാതിൽക്കൽ, ഈ കവാടത്തിൽ, ഈ ഫ്രണ്ട് വാതിൽ, ഈ ഗേറ്റിൻ്റെ അടുക്കൽ വന്ന് നിൽക്കാൻ നിനക്ക് എന്താണ് കാരണം? ഘോരരൂപിണിയായി നീ എന്തിനാണ് എന്നെ തടുത്തിങ്ങനെ ഓരോ ഉപദ്രവങ്ങളൊക്കെ പറയുന്നത്, ദോഷങ്ങൾ പറയുന്നത്? ഹനുമാൻ്റെ വാക്കുകൾ കേട്ടിട്ട് അതിക്രോഹത്തോടുകൂടി പരുഷമായിട്ട് തന്നെ ഈ ലങ്കാശ്രീ പറഞ്ഞു, എടോ
കവി മഹാത്മാവായ രാക്ഷസ പെരുമാളായ രാവണൻ്റെ ത്രിലോക പുരന്തരനും ദശഗ്രീവനുമായ രാവണനെ പറ്റി നീ കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ ആജ്ഞ അനുസരിച്ച് ഈ നഗരിയെ, ഈ ലങ്കാപുരിയെ മുഴുവനും സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നവളാണ് ഞാൻ. എന്നെ തോൽപ്പിച്ച് ഈ പട്ടണത്തിൻ്റെ ഉള്ളിലേക്ക് നിൻ്റെ കാലൊന്ന് എടുത്തു വയ്ക്കാൻ പോലും, എന്നല്ല ഒരൊറ്റ ജീവിക്കൊണ്ട് കടക്കാൻ പോലും സാധ്യമല്ല. എടാ, ഇതാ എൻ്റെ ഒരൊറ്റ അടി മതി, നീ സുഖമായിട്ട് നിദ്രയിലാണ്ട് പോകും. നിന്നെ ശരിപ്പെടുമെന്നുള്ള അർത്ഥം. എടോ കാട്ടുവാസി, ലങ്കാനഗര ദേവതയാണ് ഞാൻ. ഇവിടെ എല്ലാ സ്ഥലവും കാത്തുരക്ഷിക്കുന്ന ഞാനാണ്. അതുകൊണ്ട് നിന്നെ തടുത്തു. അതുകൊണ്ടാണ് ഞാൻ തടഞ്ഞു നിർത്തിയത് എന്ന് പറഞ്ഞു. ലങ്കാലക്ഷ്മിയുടെ വാക്കുകൾ കേട്ടിട്ട് ഹനുമാൻ അവളെ മൊത്തം ആമൂലാഗ്രഹം മൊത്തവും നോക്കി. ശരിയാണ്, വികൃത രൂപിയാണ്. ഒരു മഹാപർവ്വതം പോലെ തന്നെ ഉണ്ട് ഈ സ്ത്രീ. വല്ലാത്ത ഉഗ്ര സ്വരൂപത്തിലുള്ള അവളെ ഇങ്ങനെ കുറച്ചു നേരം നോക്കി. എന്നിട്ട് ഹനുമാൻ പറഞ്ഞു, ഈ കമാനങ്ങളും കൊത്തളങ്ങളും ഈ തോരണങ്ങളും കൊണ്ട് അലങ്കരിച്ച് വച്ചിരിക്കുന്ന ഈ ലങ്കാപുരി കാണാൻ വളരെ ഭംഗിയുണ്ട്. കാണാൻ വളരെ കൊള്ളാം, നല്ലതാണ്. വനങ്ങൾ, പൂങ്കാവുകൾ, പർവ്വതുല്യങ്ങളായ ബഹുനില മന്ദിരങ്ങൾ, ഇതൊക്കെ കാണാൻ മാത്രം ഞാൻ വന്നതാണ്. ലങ്കാരാജ്യത്തെ ഒന്ന് ചുറ്റി നടന്ന് കണ്ട് ആനന്ദിച്ച് മടങ്ങിപ്പോകാൻ ദേവി അത് സമ്മതിക്കണം എന്ന് പറയുമ്പോൾ അതിൽ വലിയൊരു പരിഹാസമാണുള്ളത്. ഹനുമാൻ്റെ വാക്കുകൾ കേട്ടിട്ട് ആ കാമരൂപിണിയായ ലങ്ക, കാമരൂപിണി എന്നാണ്, കാമരൂപിണി എന്നാൽ തൻ്റെ ആഗ്രഹം സാധിക്കേണ്ടവളായി മുമ്പിൽ നിൽക്കുന്നവളല്ല, സുന്ദരിയൊന്നും അല്ല കാമരൂപിണി എന്ന് പറഞ്ഞാൽ. ആ കാമരൂപിണിയായ ലങ്കാശ്രീയെ അത്യധികം കോപിഷ്ഠയാക്കി. അവൾ പരുഷമായി വീണ്ടും പറഞ്ഞു, എടോ ദുഷ്ടാധമ, നിന്നെ വിജയിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ തോൽപ്പിക്കുന്ന. ഈ ലങ്കാരാജ്യത്തെ നിനക്ക് ഒരിക്കലും കാണുവാൻ സാധിക്കുമെന്ന് ആലോചിക്കുകയേ വേണ്ട. ഈ പ്രദേശം വേഗം ഞാൻ കണ്ടിട്ട് മടങ്ങിപ്പോയിക്കൊള്ളാമോ എന്ന് തിരിച്ച് വീണ്ടും ഹനുമാൻ പറഞ്ഞു. എന്നാൽ ലങ്കാലക്ഷ്മി അതിഭയങ്കരമായി ഒന്ന് ഗർജിച്ചു. കൈത്തലം പരത്തി ഈ ഹനുമാൻ്റെ നേരെ ഒരൊറ്റ അടി. മഹാവീരനായ ഹനുമാൻ ഉഗ്രമായ ശബ്ദത്തിൽ മുരണ്ടുകൊണ്ട് ഇടത്തെ കൈയുടെ വിരൽ ഒന്ന് ചുരുട്ടി സ്ത്രീയാണ് മുന്നിൽ നിൽക്കുക എന്നുള്ള ഓർമ്മയോടെ അരിശപ്പെടാതെ ഒന്നിടിച്ചു, ചെറുതായിട്ടൊന്നിടിച്ചു. ചെറുതായിട്ടൊന്ന് തൊട്ടതേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആ ചെറിയൊരു സ്പർശനമേറ്റ മാറിയെ തന്നെ അവരും താഴേക്ക് മറിഞ്ഞു വീണു. അപ്പോൾ പിന്നെയാണ് ഇയാൾ ആലോചിക്കുന്നത്, ഒരു സ്ത്രീയാണല്ലോ ഞാൻ ഉപദ്രവിക്കുന്നത്, സ്ത്രീയെ ഉപദ്രവിക്കാൻ പാടില്ലെന്നാണ്, ആ സ്ത്രീയെ ഉപദ്രവിച്ചല്ലോ എന്നാണ്. അപ്പോൾ എന്തായാലും അടി എന്തായാലും കൊണ്ടല്ലോ, നല്ല ഇടിയോ അടി ഏതാണ്ടൊന്ന് കൊടുത്തു. ഇതിട്ട് താഴെ വീണു. അവിടെ കിടന്നുകൊണ്ട് ഇവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വീരനായ വാനരേന്ദ്ര, ബലശാലിയായ അങ്ങ് എന്നിൽ പ്രസാദിക്കണേ, രക്ഷിക്കണേ. സത്വഗുണസമ്പന്നരായ മഹാബലവാന്മാർ ധർമ്മത്തിൽ അടിയുറച്ച് നിൽക്കുന്നവരാണ്, അതുകൊണ്ട് എന്നെ മേൽ കോപിക്കരുതേ. അമേയ വിക്രമനായ വലിയ ശക്തിശാലിയായ അവിടുന്ന് വിക്രമം കൊണ്ട്, അങ്ങയുടെ പരാക്രമ ശക്തി കൊണ്ട് എന്നെ ജയിച്ചു. സത്യമായ ചില കാര്യങ്ങൾ ഞാൻ പറയാൻ കേൾക്കൂ എന്ന് പറഞ്ഞിട്ട് അവർ പറയാൻ തുടങ്ങി. വിധാതാവ്, അതായത് ബ്രഹ്മാവ് കൽപ്പിച്ച് എനിക്കൊരു വരം തന്നിട്ടുണ്ട്. ഏത് കാലത്താണോ നിന്നെ ഒരു വാനര പ്രമുഖനായിട്ടുള്ള ഒരാൾ വന്ന് ശക്തി കൊണ്ട് കീഴടക്കുന്ന അന്ന് ഈ ലങ്കയിലെ രാക്ഷസന്മാർക്ക് ആപത്ത് വരും. അന്നേരം നീ മടങ്ങിപ്പോരെ, അതുവരെ നീ അവിടെ കാവൽ നിന്നാൽ മതി. അതുവരെ സാമ്രാജ്യത്തിൻ്റെ ഐശ്വര്യം നീ പുലർത്തിയാൽ മതി, അത് കഴിഞ്ഞ പോലെ എന്നാണ്. ബ്രഹ്മാവാണല്ലോ ഈ വരം എല്ലാം കൊടുത്തത് അല്ലേ, നമ്മൾ നേരത്തെ കണ്ടതാണ്. തേതു തീവ്രേണ തപസ രാവണൻ, തേതു എന്നാണ്, തേതു തീവ്രേണ തപസ പ്രത്യക്ഷീകൃത്യ വേധസം വവ്രേച വരാനിഷ്ടം തസ്മാത് ആശ്രിത വത്സലാതെന്നാണ്. ആശ്രിത വത്സലനായ ബ്രഹ്മാവാണ് ഈമാർക്കെല്ലാം വരം കൊടുത്തത്. രാവണനും കുംഭകർണനും വിഭീഷണനും ഒക്കെ വരം കൊടുത്തത്. കാണുന്നവർക്കൊക്കെ വരം കൊടുക്കൽ ഇങ്ങനെ ഒരു പണിയാണ്. പുരാണം ഏതെടുത്ത് പരിശോധിച്ച് നോക്കിയാലും ശിവനും ഈ ബ്രഹ്മാവുമാണ് ഏറ്റവും കൂടുതൽ വരം കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ സംയുക്തികത ആലോചിക്കാതെ തന്നെ പ്രാർത്ഥിച്ചു, തന്നെ ആശ്രയിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം വരം കൊടുക്കുക. ആ വരം ഏറ്റിട്ട് എല്ലാവരും അധർമ്മങ്ങളിൽ ഏർപ്പെടുക. എത്ര അസുരന്മാരുടെ ചരിത്രമാണ് നമുക്ക് ഓർമ്മിക്കാനുള്ളത്. ഒരുപാട് അസുരന്മാർക്ക് എല്ലാം ഇങ്ങനെ വരം കിട്ടിയിട്ട് ആ ശക്തി കൊണ്ട് നിന്ന് ബാക്കിയുള്ളവരെ ഉപദ്രവിക്കുക. അവസാനം വിഷ്ണു സംഹരിക്കും. ആ രീതിയിലാണ് സംഭവം പോന്നിരിക്കുന്നത്. എന്തായാലും പറയുന്നു, അതുകൊണ്ട് ഞാൻ ഈ ക്ഷതം ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെ ഇവിടെ വിടുകയാണ്. അങ്ങ് ഇഷ്ടം പോലെ ലങ്കാപുരി ദർശിച്ചോളൂ, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ലങ്കാശ്രീ അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു.
അത് ആ ഒരു ഭാഗം സുന്ദരകാന്ഡ സമുദ്രലംഘനം, അതുകൊണ്ട് മാർഗവിഘനം. പ്രകൃതി ചപലനുമധിക ചപലമചലം മഹൽ പ്രാകാരവും മുറിച്ച് ആകാരവും മറച്ച് അവനിമകളടിമലരും അകതളിരിലോർത്തുകൊണ്ട് അഞ്ജനാനന്ദനൻ അഞ്ജസാ നിർഭയം ഉടൽ കടുകിനോടു സമമിടത്തുകാൽ മുമ്പിൽ വച്ച് ഉള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരേ. കഠിനതരം അലറിയൊരു രജനിചരവേഷമായി കാണായിതാശു ലങ്കാശ്രിയയും മുതാ തഥാ. ഇവിടെ വരുവതിനു പറക എന്തുമൂലം ഭവാൻ ഏകനായി ചോരനോ ചൊല്ലു നിൻ വാഞ്ചിതം. അസുരസുര നര പശുമൃഗാദി ജന്തുക്കൾ മറ്റാർക്കുമേ വന്നുകൂടാ ഞാൻ അറിയാതെ. ഇതി പരുഷവചനമുടണഞ്ഞു താടിച്ചിതൊന്ന് ഏറെ രോഷേണ താടിച്ചു കപീന്ദ്രനും. രഘുകുലജ ഭരസജീവ വാമമുഷ്ടി പ്രഹാരേണ പതിച്ചു വമിച്ചിതു ചോരയും. കപിവരനോടവളുമെഴുന്നേറ്റു ചൊല്ലിടിനാൾ, കണ്ടേനടോ തവ ബാഹുബലം സഖേ. വിധിവിഹിതമിതു മമ പുരൈവ ധാതാവു താൻ വീര. പറഞ്ഞിതെന്നോടിതു മുന്നമേ സകല ജഗദധിപതി സനാതനൻ മാധവൻ. സാക്ഷാൽ മഹാവിഷ്ണുമൂർത്തി നാരായണൻ കമലദല നയനൻ അവനിയിൽ അവതരിക്കും ഉൾക്കാരുണ്യമോട് അഷ്ടവിംശതി പര്യയേ. ദശരഥ നൃപതി തനയനായി മമ പ്രാർത്ഥനാൽ ത്രേതായുഗേ ധർമ്മദേവരക്ഷാർത്ഥമായി ജനക നൃപവരനു മകളായി നിജമായയും ജാതയാം പങ്ക്തിമുഖ വിനാശത്തിനായി സരസിരുഹനയനൻ അടവിയിലധ തപസ്സിനായി സഭ്രാതൃഭാര്യനായി വാഴും ദശാന്തരേ. ദശവദനൻ അവനി മകളെയും അപഹരിച്ചുടൻ ദക്ഷിണവാരിധി പുക്കിരിക്കുന്ന നാൾ സപതി രഘുവരനോട് അരുണജന്നു സാജീവ്യവും സംഭവിക്കും പുനഃ സുഗ്രീവശാസനാൽ. സകല ദിശി കവികൾ തിരവാൻ നടക്കുന്നതിൽ സന്നദ്ധനായി വരും ഏകൻ തവാന്തികേ. കലഹമവനോടു ജഡിതി തുടരുമളവ് എത്രയും കാതരയായി വരും നീ എന്നു നിർണയം. രണനിപുണനോടു ഭവതി താടനവും കൊണ്ടു രാമദൂതന്നു നൽകേണം അനുജ്ഞയും. ഒരു കവിയോടൊരു ദിവസം അടിച്ചടിതി കൊള്ളിൽ നീ ഓടി വാങ്ങിക്കൊള്ളുക എന്നു വിരിഞ്ചനും. കരുണയോടു ഗതകപടമായി നിയോഗിക്കയാൽ കാത്തിരുന്നേൻ ഇവിടം പലകാലവും. രഘുപതിയൊടിനി ഇടരൊഴിയെ നടകൊള്ളുക നീ ലങ്കയും. നിന്നാൽ എന്നല്ല നിന്നാൽ ജിതയായി തിന്നടോ. നിഖില നിശിചരകുലപതിക്കു മരണവും നിശ്ചയം. ഏറ്റമടുത്തു ചമഞ്ഞിതു ഭഗവതനുചര ഭവതു ഭാഗ്യം. ഭവാനിനി പാരാതെ ചെന്നു കണ്ടിടുക ദേവിയെ. ത്രിദശകുലരിപു ദശമുഖാന്തപുരവരെ. കണ്ടല്ലോ പദം. ത്രിദശകുലരിപു ദശമുഖാന്തപുരവരെ. പദം നന്നായിട്ട് തിരിഞ്ഞ് വരണം.
ദിവ്യലീലാവനേ പാദപസങ്കുലേ നവകുസുമദല സഹിത വിടബിയുത ശിംശഭാമാമ വൃക്ഷത്തിൻ ചുവട്ടിൽ. ഒന്നും കൂടെ നവകുസുമദല സഹിത വിടബിയുത ശിംശഭാനാമ വൃക്ഷത്തിൻ ചുവട്ടിൽ. നവകുസുമദല സഹിത വിടവിയുത ശിംശഭാനാമ വൃക്ഷത്തിൻ ചുവട്ടിൽ. അതിശുച നിശിചരികൾ നടുവിൽ അഴലൊടു മരുവീടുന്നെടോ നിർമ്മല ഗാത്രിയാം ജാനകി സന്ത. ത്വരിതം അവൾ ചരിതമുടനവനോടറിയിക്ക പോയി. അമ്പുധിയും കടന്ന് അംബരാന്തേ ഭവാൻ അഖില ജഗദധിപതി രഘുത്തമൻ പാതുമാമസ്തുതേ. സ്വസ്തിരത്യുത്തമം എന്ന് വിസർഗം വന്നു കഴിഞ്ഞാൽ പിന്നെ അത്യുത്തമം എന്ന് പറയാം. സ്വസ്തിരത്യുത്തമോത്തം സമേ ലഘുമധുരവചനമിതി ചൊല്ലി മറഞ്ഞിതു ലങ്കയിൽ നിന്നു വാങ്ങി മലർമങ്കയും. അങ്ങനെയാണ് ലങ്കാശ്രീ അവിടെ നിന്ന് പോകുന്നത്. ഇനി സീതയെ ദർശിക്കുന്ന ഭാഗമാണ്. ഹനുമാൻ സീതയെ പോയി കാണുക. വളരെ രസമാണ് ഈ ഭാഗം. ഒന്ന് ഇത് വായിക്കാം, ഞാൻ തുടർന്ന് വായിക്കാം, അത് നോക്കിയിരുന്നാൽ മതി. ഉദകനിധി നടുവിൽ മരുവും ത്രികൂടാദ്രിമേൽ ഉല്ലംഘിതേ അബ്ധൗ പാവനാത്മജന്മന ജനക നരപതി വരമകൾക്കും ദശാസ്യനും ചെമ്മേ വിറച്ചിതു വാമഭാഗം തുലോം. ജനക നരപതി ദുഹിതൃവരന് ദക്ഷാംഗവും ജാതനെന്നാകിൽ വരും സുഖം ദുഃഖവും. ആ ഭാഗം അറിയേണ്ടതാണ്. സാധാരണഗതിയിൽ അർത്ഥം അങ്ങനെ കിട്ടാറില്ല. എന്താണ് പറഞ്ഞത്? ഉദകനിധിയുടെ നടുവിൽ മരുവുന്ന, അതായത് സമുദ്രത്തിന് നടുവിൽ മരുവുന്ന ത്രികൂടാദ്രിമേൽ, ത്രികൂടപർവ്വതത്തിന് മുകളിൽ ഈ ഹനുമാൻ ഇരുന്നു കൊണ്ട് അങ്ങനെ നോക്കുമ്പോൾ ജനക നരപതി വരമകൾക്കും ദശാസ്യനും വാമഭാഗം ചെമ്മൈ വിറച്ചിത്. വാമഭാഗം എന്ന് പറഞ്ഞാൽ ഇടതുവശം എന്നാണ്. സ്ത്രീകൾക്ക് ഇടതുവശം തുടിക്കുന്നത് ശുഭലക്ഷണവും പുരുഷന് ഇടതുവശം തുടിക്കുന്നത് അശുഭലക്ഷണവുമാണ്. ലക്ഷണശാസ്ത്രത്തിലെ പ്രധാനമായ ഒരു കാര്യം. പുരുഷൻ്റെ ഇടത്തെ കണ്ണു തുടിക്കുകയോ ഇടതുവശത്തുള്ള കൈയോ കാലോ ഞരമ്പോ മാംസഭാഗങ്ങളോ ഒക്കെ തുടിക്കുമ്പോൾ അശുഭകരമായ ഏതെങ്കിലും വർത്തമാനങ്ങൾ ശ്രവിക്കാൻ ഇടവരും എന്നാണ്. അശുഭലക്ഷണമാണ്. എന്നാൽ സ്ത്രീക്കാണ് ഇടതുവശം തുടിക്കുന്നതെങ്കിൽ ഏതോ നല്ല കാര്യങ്ങൾ കേൾക്കാനോ നല്ല അനുഭവങ്ങൾ ഉണ്ടാകാനോ അവസരമാകും എന്നാണ്. അതാണ് ഇവിടെ രണ്ടും കൂടി ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നത്. ജനകപുത്രിക്ക് ഇടതുഭാഗം തുടിച്ചു, ഏതോ ശുഭത്തിന് വേണ്ടിയാണ്. ദശാസ്യനാകട്ടെ, അതായത് രാവണനാകട്ടെ, ഇടതുവശം തുടിച്ചു, ഏതാണ്ടോ ഒരു അപകടം വരാൻ പോകുന്നു. രണ്ടും ഒരേ വാക്കുകൊണ്ട് കവി വിശദീകരിക്കുകയാണ്. അതാണ് ഇവിടെ ഞാൻ വായിക്കാമെന്ന് പറഞ്ഞ് വായിച്ചതിൻ്റെ കാര്യം അതാണ്. ജനക നരപതി വരമകൾക്കും ദശാസ്യനും ചെമേ വിറച്ചിതു വാമഭാഗം തുലോം. ജനക നരപതി ദുഹിതൃവരന് ദക്ഷാംഗവും. അതാരാ? ജനക നരപതിയുടെ മരുമകൻ. ജനകൻ്റെ മരുമകൻ ആരാ? രാമനാണ്. രാമനും വലതുവശം അനങ്ങിയെന്നർത്ഥം. ദക്ഷാംഗം, ദക്ഷമായ അംഗം വലതുവശമാണ്. ദക്ഷം കഴിവുള്ള സമർത്ഥമായ, ഇടതുവശത്തെക്കാളും കൂടുതൽ വാക്ക് വരുന്നത്, വശം വരുന്നത് വലതുവശത്തിനാണല്ലോ. അതുകൊണ്ടാണ് ദക്ഷാംഗം എന്ന് പറയുന്നത്. ദക്ഷമായ അംഗമാണ്, അതാണ് വലതുവശം. രാമനും വലതുവശം അനങ്ങിന്നാണ്. തദനു കപികുലപതി കടന്നിതു ലങ്കയിൽ താൻ, അങ്ങനെ വേണം. അതിസൂക്ഷ്മ ശരീരനായി രാത്രിയിൽ, പകലൊന്നുമല്ല രാത്രിയിലാണ് പോയത്. അതിന് മുമ്പൊരു കാര്യം, ഈ സമുദ്രതീരത്തിൽ ചെന്ന് ഈ സുബേല പർവ്വതത്തിൽ ചെന്നിറങ്ങി അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹം വിചാരിക്കുന്നില്ല ഒരു കൂട്ടത്തിൽ
ഞാൻ എൻ്റെ ഈ ഭീമാകാരമായ ശരീരം കൊണ്ട് അങ്ങോട്ട് പോയാൽ രാക്ഷസന്മാർ എന്നെ കാണും, തിരിച്ചറിയും. അതുകൊണ്ട് എന്താണ് എനിക്ക് ചെയ്യാനുള്ള ഒരു കാര്യം, എന്ത് ചെയ്യും? അപ്പോഴാണ് മനസ്സ് ഒരു ബുദ്ധി ഉദിച്ചു, ഞാൻ ഏറ്റവും ചെറിയവനായിട്ട് മാറാം. അതുകൊണ്ട് സാക്ഷാൽ വാനരനായിട്ട്, ചെറിയൊരു വാനരനായിട്ട് വേഷപ്രച്ഛന്നത ഉണ്ടാക്കിയതിന് ശേഷമാണ് ഈ ഹനുമാൻ ഈ ലങ്കയിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ഇയാളുടെ ദൃഷ്ടിപ്പെടില്ല, മറ്റാരുടെയും ദൃഷ്ടിയിൽപ്പെടില്ല ഇദ്ദേഹം. അതാണ് ഇവിടെ അതിസൂക്ഷ്മ ശരീരനായി എന്ന്. പകൽ സമയത്തുമല്ല, രാത്രിയിലാണ് പോയത്. രാത്രിയിൽ പോകുമ്പോൾ പ്രകാശം വന്ന് ശല്യം ഉണ്ടാക്കത്തില്ല, എല്ലാവരും കാണാനൊക്കെ ഇരളാണല്ലോ എല്ലാത്തിനും നല്ലത്. അതുകൊണ്ട് ഉദിത രവികിരണ രുചി പൂണ്ടോരു ലങ്കയിൽ ഒക്കെ തിരഞ്ഞാൻ ഒരേടമൊഴിയാതെ. നേരത്തെ ലങ്കാശ്വരി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു സീത എവിടെ ഇരിപ്പുണ്ടെന്ന്. അതനുസരിച്ചാണ് അന്വേഷിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ എല്ലായിടങ്ങളിലും അന്വേഷിച്ചു. ദശവദന മണിനിലയമായിരിക്കും മമദേവി ഇരിപ്പേടമെന്നോർത്തു മാരുതി. കനകമണി നികര വിരചിതപുരിയിൽ എങ്ങുമേ കാണഞ്ഞ്. കനകമണി നികര വിരചിത, നികരം കൂട്ടം, കനകമണി നികരം ധാരാളം രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളത്. പുരിയിൽ എങ്ങുമേ കാണാഞ്ഞ് ലങ്കാവചനമൂർത്തിടിനാൻ. ഉടമയോടും അസുരപുരി കനിവിനോടു ചൊല്ലിയോരുദ്യാനദേശേ തിരഞ്ഞു തുടങ്ങിനാൻ. ഉപവനവും അമൃത സമസലിലയുതവാപിയും. ഒന്നുകൂടെ, ഉപവനവും അമൃത സമസലില, സലിലം വെള്ളം, അമൃത തുല്യമായ വെള്ളം. ശുദ്ധജലം നിർവഹിക്കുന്ന സ്ഥലമെന്നേ ഉള്ളൂ. അങ്ങനെ ശുദ്ധജലം നിറഞ്ഞ കുളം എന്നർത്ഥം, അല്ലെ തടാകം എന്നർത്ഥം. ഉപവനവും അമൃത സമസലിലയുതവാപിയും ഉത്തുംഗ സൗധങ്ങളും ഗോപുരങ്ങളും സഹജസുത സജീവ ബലപതികൾ. സഹജസുത സജീവ, സജീവന്മാർ മന്ത്രി, സജീവ ബലപതികൾ, ബലം സൈന്യം, സൈന്യത്തിൻ്റെ പതികൾ, സേനാധിപന്മാർ. സഹജസുത സജീവ ബലപതികൾ ഭവനങ്ങളും സൗവർണ സാലധ്വജ പതാകങ്ങളും ദശവദന മണിഭവന ശോഭ കാണും വിധൗ ദിക്പാല മന്ദിരം ധികൃതമായി വരും. കനകമണി രചിത ഭവനങ്ങളിൽ എങ്ങുമേ കാണാഞ്ഞ് പിന്നെയും നീളെ നോക്കും വിധൗ. കുസുമചയ സുരഭിയോടു പവനൻ അതിഗൂഢമായി കൂടെ തടഞ്ഞു കൂട്ടിക്കൊണ്ടുപോയുടൻ. ഉപവനവും ഉരുതര തരുപ്രവരങ്ങളും ഉന്നതമായുള്ള ശിംശപാവൃക്ഷവും അതിനികടം അഖില ജഗദീശ്വരി തന്നെയും ആശുകൻ ആശു കാട്ടിക്കൊടുത്തിടിനാൽ. അങ്ങനെ സീതയെ കാണുക. എവിടെയാ? ശിംശപ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ സീത ഇരിക്കുന്നതായിട്ടാണ് ഹനുമാൻ കാണുന്നത്. ശിംശപ വൃക്ഷമെന്ന് പറയുന്ന അത് ലങ്കയിലുള്ള ലങ്കയിൽ മാത്രം കാണുന്ന ഒരു വൃക്ഷമാണെന്നൊക്കെ ആളുകൾ പറയും. എന്നാൽ ചിത്രകൂടാചലത്തിൻ്റെ ഒരു ഭാഗത്തും ശിംശപ വൃക്ഷം ഉള്ളതായിട്ട് രാമായണത്തിൽ സൂചനയുണ്ട്. ഈ ചിത്രകൂടത്തിൽ സീത വിശ്രമിക്കുന്നത് ശിംശപ വൃക്ഷ ചുവട്ടിലാണെന്ന പരാമർശമുണ്ട്. അങ്ങനെ രാമായണത്തിൽ 2 ഇടങ്ങളിൽ ശിംശപ വൃക്ഷത്തിൻ്റെ പരാമർശമുണ്ട്. അത് ഒന്ന് ലങ്കയിലും ഒന്ന് ചിത്രകൂടാചലത്തിൻ്റെ ഒരു ഭാഗത്തുമാണ്. മറ്റിടങ്ങും കാണുന്നില്ല ഈ ശിംശപ വൃക്ഷം. അപൂർവങ്ങളായ വൃക്ഷം ആണത് ഈ ശിംശപ വൃക്ഷം. അത് മരുത് മരങ്ങളാണെന്ന് ചില വ്യാഖ്യാനങ്ങളിൽ കാണുന്നുണ്ട്, എന്നാൽ മരുതല്ലെന്നും ചില ആളുകൾ പറയുന്നുണ്ട്. എന്തായാലും ഈ പേരെ നമുക്കറിയൂ, ശിംശപ വൃക്ഷം എന്ന്. അതിന് ചുവട്ടിലാണ് ഇരിക്കുന്നത്. ആശുകൻ ആശു കാട്ടിക്കൊടുത്തിടാൻ. കുറച്ച് ഭാഗം കൂടെ ആ ഭാഗമായിട്ട് നിർത്താം. മലിനതര ചികുരവസനം പൂണ്ട്, അതാ മുഷിഞ്ഞ വസ്ത്രത്തിലായിരുന്നേ. മലിനതര ചികുരവസനം പൂണ്ടു ദീനയായി മൈഥിലിതാൻ കൃശഗാത്രിയായി എത്രയും ഭയവിവശം അവനിയിൽ ഉരുണ്ടും, ഭൂമി കിടന്നുരുണ്ടും സദാഹൃതി ഭർത്താവു തന്നെ നനച്ച് അലം ധാരാളമായി ദയനജലം കണ്ണീര് അനവരതമൊഴുകി 14
രാമ രാമ ഇതി ജപിക്കയും, അതാണ് രാമരാമേതി. രാമരാമ ഇതി എന്നാണ് രാമരാമേതി. ജപിക്കയും നിശിചരികൾ നടുവിൽ അഴലൊടുമരുവും ഈശ്വരി നിത്യസ്വരൂപിണിയെ കണ്ട് മാരുതി വിടവി പരശിരസി നിബിഡച്ഛദാന്തർഗതൻ വിസ്മയം പൂണ്ടു മറഞ്ഞിരുന്നിടിനാൽ. നേരെ മുമ്പിലേക്ക് ചെന്നില്ല, മറഞ്ഞിരുന്നു. ദിവസകര കുലപതി രഘുത്തമൻ തന്നെ ദേവിയാം സീതയെ കണ്ടു കവിവരൻ. കമലമകൾ അഖില ജഗദീശ്വരി തന്നുടൽ കണ്ടേൻ. കൃതാർത്ഥോസ്മ്യഹം കൃതാർത്ഥോസ്മ്യഹം. ദിവസകര കുലപതി രഘുത്തമൻ കാര്യവും ദീനതയെന്നെയെ സാധിച്ചിരുന്നു ഞാൻ. ദിവസകര കുലപതി രഘുത്തമൻ കാര്യവും ദീനതയെന്നിയെ സാധിച്ചിരുന്ന് ഞാൻ എന്നാണ് ആ സീതാദർശനം അവസാനിക്കുന്നത്. അങ്ങനെ ഒടുവിൽ ഹനുമാൻ അത്യന്ത ദുർഘടമായ ഒരു മഹായാത്രയ്ക്കൊടുവിൽ താൻ എന്തിനാണോ എത്തിയത്, ആ എത്തിയ കാര്യം ഫലപ്രദമായി സാധിച്ചെടുത്തു എന്ന് കൃതാർത്ഥതയോടെ അനുസ്മരിക്കുകയും അത് ഭഗവത് സ്വരൂപത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് സ്വാമിൻ ഞാൻ വന്ന കാര്യം സാധിച്ചിരിക്കുന്നു എന്ന് സ്വന്തം മനസ്സിനോട് തന്നെ പറഞ്ഞ് തൃപ്തിപ്പെടുകയുമാണ് ഈ ഹനുമാൻ ചെയ്യുന്നത്. അതോടെ ആ ഒരു ഭാഗം അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം മതി.